കുട്ടികൾക്ക് കഥ പറഞ്ഞു കൊടുക്കുന്ന ഒരു ഏർപ്പാട് പണ്ട് പുരാതന കാലം മുതലേ ഉള്ള കാര്യമാണ്. എൻ്റെ മുത്തശ്ശി എനിക്ക് കഥകൾ പറഞ്ഞു തരുമായിരുന്നു എന്ന് പലരും പറയാറുണ്ട്. പ്രത്യേകിച്ച് വളരെ ഫേമസ് ആയിട്ടുള്ള പ്രശസ്തരായ മിടുക്കരായുള്ള കഴിവ് തെളിയിച്ച പലരും പല രംഗങ്ങളിലുള്ള പലരും പറയാറുണ്ട്, എൻ്റെ മുത്തശ്ശി എനിക്ക് കഥ പറഞ്ഞു തരുമായിരുന്നു. അതിന് വളരെ വളരെ പ്രാധാന്യമുള്ളൊരു കാര്യമാണ്. കാരണം ഇന്ന് മുത്തശ്ശിമാർ ഉള്ള ഒരു കൂട്ടുകുടുംബ വ്യവസ്ഥിതി അല്ല ഇപ്പോൾ ഉള്ളത്. ഒരു ന്യൂക്ലിയർ ഫാമിലി വ്യവസ്ഥ, അണുകുടുംബ വ്യവസ്ഥയിൽ അച്ഛനമ്മമാർ മാത്രമേ ഉള്ളൂ. അപ്പോൾ ഈ കുട്ടികൾക്ക് കഥ പറഞ്ഞു കൊടുക്കുക എന്ന് പറയുന്നത് അവർ അത് കേട്ട് അവർ ഭാവനയിൽ ഓരോന്ന് കണ്ട് അവർക്ക് വളരെയധികം ഒരു 100% കുട്ടികളും എൻജോയ് ചെയ്യുന്ന ഒരു കാര്യമാണ് ഈ കഥ പറച്ചിൽ. അതിലൂടെ നമുക്ക് പല കാര്യങ്ങളും അവർക്ക് നേടിക്കൊടുക്കാം. ഒന്ന്, നമ്മളൊരു 5 മിനിറ്റ് സംസാരിച്ചാൽ മതി 700ഓളം പുതിയ വാക്കുകൾ നമുക്ക് പറയാൻ കഴിയും. നമ്മൾ പറയുന്ന വാക്കുകൾക്ക് അവർക്ക് പുതുമയുള്ളതായിരിക്കും. അതിൻ്റെ അർത്ഥങ്ങൾ പറഞ്ഞു കൊടുക്കാം. അങ്ങനെ കഥകൾ പറഞ്ഞു കൊടുക്കാം. മൃഗങ്ങളുടെ കഥ, അല്ലെങ്കിൽ കാർട്ടൂൺ കഥകൾ, അല്ലെങ്കിൽ ജീവചരിത്രം, കൊച്ചു കൊച്ചു ജീവചരിത്രങ്ങൾ പറഞ്ഞു കൊടുക്കാം. ഇപ്പോഴുള്ള മാതാപിതാക്കൾക്ക് മിക്കവാറും കഥകൾ അറിയാത്ത ആൾക്കാരായിരിക്കും. അതുകൊണ്ട് നമ്മുടെ ഒരുപാട് ബാലസാഹിത്യം നമ്മുടെ നാട്ടിലുണ്ട്. ബാലസാഹിത്യവും കുട്ടികൾക്കുള്ള ഒരുപാട് കഥകളുള്ള മാസികകൾ, പ്രസിദ്ധീകരണങ്ങൾ നമ്മുടെ നാട്ടിലുണ്ട്. അതുകൊണ്ട് ഇതിനൊന്നും ഒരു പഞ്ഞമില്ല. നമുക്ക് ഏതെങ്കിലും ഒരു ബുക്ക് സ്റ്റാളിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആവശ്യത്തിന് കഥകളും ജീവചരിത്രങ്ങളും കാർട്ടൂണുകളും തുടങ്ങി ചിത്രങ്ങളും ചിത്രകഥകളും ഒക്കെ ധാരാളം നമുക്ക് കിട്ടും. കുട്ടികളെ അതിൽ നമ്മൾ ഓരോ ദിവസവും ഓരോ കഥകൾ പറഞ്ഞു കൊടുക്കുകയാണെങ്കിൽ അവർക്ക് ഇതിനോട് താല്പര്യം ഉണ്ടാകുകയും അവർ ഇതിലോട്ട് വ്യാപിക്കുകയും ചെയ്യും. അപ്പോൾ നമുക്കൊരു ഗുണമുള്ളത്, കുട്ടിയായിട്ടൊരു വൈകാരികപരമായ അടുപ്പം മാതാപിതാക്കൾക്കുണ്ടാകും. കാരണം അവരോട് ചിലവഴിക്കുന്ന ഗുണപരമായ സമയം, ക്വാളിറ്റി ടൈം ആണ് പ്രധാനം. അപ്പോൾ ഇതിനിടയിൽ വേണമെങ്കിൽ അവരോട് തന്നെ ഈ കഥ ഇങ്ങോട്ട് തിരിച്ചു പറഞ്ഞു തരാൻ പറയണം, അവർ നറേറ്റ് ചെയ്യാൻ പറയണം. അപ്പോൾ അവർക്ക് ആദ്യമൊക്കെ കുറച്ചൊക്കെ തെറ്റും, പിന്നെ കുറച്ച് കഴിഞ്ഞാൽ അവർ നന്നായിട്ട് കഥകൾ പറഞ്ഞു തുടങ്ങും. അപ്പോൾ അതൊക്കെ വലിയൊരു കുട്ടികൾ എൻജോയ് ചെയ്യുന്ന ഒരു കാര്യമാണ്. അത് നമ്മൾ പലരും ഇപ്പം മിസ് ചെയ്യുന്നുണ്ട്, പല വീടുകളിലും അത് മിസ് ചെയ്യുന്നുണ്ട്. അത് ശീലിച്ചാൽ വളരെ നല്ല കാര്യമായിരിക്കും. കാരണം നമ്മൾ പറയുന്ന വാക്കുകൾ മാത്രമല്ല, വാചകത്തിൻ്റെ ഘടനകൾ എങ്ങനെ വേണമെന്ന് അവർ പഠിക്കും. അപ്പോൾ കുറച്ച് നല്ലവണ്ണം ഒരു കമ്മ്യൂണിക്കേഷൻ സ്കില്ലും അതുവഴി ഡെവലപ്പ് ചെയ്യാൻ, വൈകാരികമായ അടുപ്പം ഉണ്ടാവുന്നു, കമ്മ്യൂണിക്കേഷൻ സ്കില്ലുണ്ടാവുന്നു, കുട്ടികളുടെ ഭാവന വികസിക്കുന്നു തുടങ്ങിയ എല്ലാ കാര്യങ്ങളിലും ഒരു വളരെ പോസിറ്റീവ് സകാരാത്മകമായിട്ടുള്ള ഒരു പ്രവർത്തനം തന്നെയാണ് ഈ കഥ പറച്ചിൽ. അതിന് ഇപ്പോഴുള്ള മാതാപിതാക്കൾക്ക് പുസ്തകങ്ങളെ ആശ്രയിക്കാം, അല്ലെങ്കിൽ ഇതുപോലുള്ള കാർട്ടൂൺ ബുക്കുകൾ കാണിച്ചു കൊടുത്ത് കഥ പറയിക്കാം. ഒക്കെ എല്ലാ ദിവസവും ചെയ്യണമെന്നില്ല. ശനി ഞായർ ദിവസമെങ്കിലും ആഴ്ചയിൽ 2 ദിവസമെങ്കിലും കുട്ടികളോടൊപ്പം ഒരു ക്വാളിറ്റി ടൈം ചെലവഴിച്ചുകൊണ്ട് ഇങ്ങനെയുള്ള ഒരു കഥ പറച്ചിലിൻ്റെ ഒരു പ്രോസസ്സ് നടത്തുകയാണെങ്കിൽ തീർച്ചയായും കുട്ടികളുടെ മാനസികമായ നില നല്ലതായിരിക്കും. കുട്ടികളുമായിട്ട് നല്ലൊരു ബന്ധം ഉറപ്പിക്കാൻ കഴിയും. കുട്ടികൾ ജിജ്ഞാസുക്കളെ ആക്കാൻ കഴിയും. കൗതുകമാണല്ലോ നമ്മുടെ ഒരു കുട്ടിയുടെ ഭാവനയും കൗതുകവുമാണ് കുട്ടികളെ സൃഷ്ടിപരമായി മുന്നേറാൻ സഹായിക്കുന്നത്. അതൊക്കെ കുട്ടിക്കാലത്ത് കിട്ടുകയാണെങ്കിൽ തീർച്ചയായിട്ടും അവരുടെ ബുദ്ധിവികാസവും ഭാവനാവിലാസവും ഒക്കെ വർദ്ധിപ്പിക്കാൻ കഴിയും അതുകൊണ്ട് ഇത് ട്രൈ ചെയ്യണമെന്ന് അഭ്യർത്ഥിക്കുന്നു. ഈ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുന്നു. നമസ്കാരം.